ഭാഗമുണ്ട്. ലൂക്കാസ് സുവിശേഷം 17-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. അതെല്ലാം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാമോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ. എത്ര കുഷ്ഠരോഗികളാണ്? 10 കുഷ്ഠരോഗികൾ. കുഷ്ഠരോഗികളുടെ 10 കുഷ്ഠരോഗികളുടെ ശരീരത്തിൽ എന്തുണ്ട്? കുഷ്ഠമുണ്ട്. കുഷ്ഠം മുഴുവൻ ചൊറി പോലെ കുഷ്ഠരോഗമാണ്. ശരീരം മുഴുവൻ മുറിവുകളും എല്ലാം നിറഞ്ഞിരിക്കുന്ന ആരുടെ ജീവിതത്തിൽ? കുഷ്ഠരോഗിയുടെ. യേശുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, 12-ാമത്തെ വാക്യം, അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവർ ദൂരെ നിന്ന് ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. 14-ാമത്തെ വാക്യം, അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കും. അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേട്ടെ. അടുത്ത വാക്യം, പോകും വഴി. അപ്പോൾ ആര് പറഞ്ഞിട്ടായി പോയത്? യേശു പറഞ്ഞിട്ട് പോകുമ്പോൾ കുഷ്ഠരോഗം മാറിയായിരുന്നോ? ഇല്ലയോ? ഇല്ല. എഴുതിയിരിക്കുന്ന മലയാള വാക്കിന്റെ സ്ട്രക്ചർ, ഘടന, പോകും വഴി. അപ്പോൾ നമ്മളിവിടെ ആലയത്തിൽ ധ്യാനിക്കാൻ വന്ന് വചനം കേട്ട്, ഇവിടെ നിങ്ങളുടെ വീട് ഇന്ന സ്ഥലത്താണ്, ഒന്നുകിൽ സുൽത്താൻ ബത്തേരിയാണ്, അല്ലെങ്കിൽ മാനന്തവാടിയാണ്, അല്ലെങ്കിൽ കോട്ടയത്താണ്. നിങ്ങൾ പോകും വഴി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് പോകും വഴിയാണ്. അപ്പോൾ ഈ കുഷ്ഠരോഗികൾ ആരുടെ വാക്ക് കേട്ടിട്ടാണ് ഇപ്പോൾ പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോയത്? യേശുവിൻ്റെ വാക്ക് കേട്ടിട്ടാണ്. ഞാനൊരു കാര്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? പോകുന്ന വഴി അവരുടെ ശരീരത്തുണ്ടായിരുന്ന ആ വ്രണം കരിയാൻ തുടങ്ങി. ആമേൻ. അവർ ആ വചനത്തിൽ നിന്ന് ആ വചനം കേട്ടിട്ട് ആ വചനത്തിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ മുറിവ് ഉണങ്ങാൻ തുടങ്ങി. അവരുടെ ശരീരം പഴയതുപോലെ ആകാൻ തുടങ്ങി. കുഷ്ഠരോഗം വന്ന് അറ്റുപോയ വിരലുകളുടെ ആ സ്ഥാനത്ത് പുതിയ വിരലുകൾ രൂപപ്പെട്ടു വരാൻ തുടങ്ങി. ഇതൊക്കെയും സംഭവിച്ചത് യേശുവിന്റെ വാക്കിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയപ്പോഴാണ് അത്ഭുത മാറ്റങ്ങൾ ഉണ്ടായത്. പറഞ്ഞു ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പോരാ, സ്വരമുയർത്തി പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ഇങ്ങനെ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് ഈ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല. എന്നെ ദയവ് ഇത് പ്രാർത്ഥിക്കാൻ വിളിക്കരുത്. ഞാൻ പ്രാർത്ഥിച്ച് മടുത്തിരിക്കുന്ന ആളാണ്. എനിക്ക് ഇതിനോട് താല്പര്യമില്ല. കാരണം അത് പറയാൻ കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ ഇനി ഒരിക്കലും നടക്കത്തില്ല, സാധ്യതയില്ല എന്ന് ചിന്തിക്കുന്നു. ഈ കുഷ്ഠരോഗികളും സത്യത്തിൽ ഒരുപക്ഷെ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ട്, ഈ കുഷ്ഠമൊക്കെ മാറാനോ? ഒന്നും മാറത്തില്ലെന്നേ എന്നായിരിക്കും ചിന്തിച്ചത്. പക്ഷെ യേശു പറഞ്ഞ വാക്കിൽ അവർ പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോയപ്പോൾ എഴുതിയിരിക്കുന്നത്, അവർ പോകും വഴി അവരുടെ മുറിവ് കരിയാൻ തുടങ്ങി. അവർ പോകും വഴി അവരുടെ ശരീരത്തിൽ വ്രണങ്ങൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. അവർ പോകും വഴി അവരുടെ അറ്റുപോയ വിരലുകളുടെ സ്ഥാനത്ത് പുതിയ വിരലുകൾ രൂപപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ അവർക്ക് ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ശരീരം ദൈവം കൊടുത്തു. ഇത്ര വലിയ മാറ്റം ഉണ്ടായത് ഏതെങ്കിലും ഒരു കഷായം കുടിച്ചിട്ടോ കുഴമ്പ് തേച്ചിട്ടോ ഒരു മെഡിസിൻ കഴിച്ചിട്ടോ എന്നല്ല, ദൈവത്തിന്റെ യേശുവിന്റെ വാക്കിൽ അങ്ങ് മുന്നോട്ട് പോയപ്പോൾ സംഭവിച്ചതാണിത്. ഇതാര് പറഞ്ഞു? അന്ന് മാത്രം 10 പേർക്ക്, ഒറ്റപ്പെട്ട 10 പേർക്ക് കിട്ടിയെന്ന് പറയാനല്ല. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കേണ്ട ചിലതിനെ, കൊണ്ടുവരേണ്ട ചിലതിനെ ദൈവം കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കലും നടക്കില്ല എന്ന് പറയാൻ വരട്ടെ. ഒരിക്കലും സാധ്യമല്ല, ഇതൊന്നും നടക്കാൻ പോകുന്ന കേസല്ലെന്ന് പറയാൻ വരട്ടെ. ദൈവം നിനക്കത് സാധിച്ചു തരും. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇതൊന്ന് പ്രാർത്ഥിച്ചേ. ഈ വിഷയം ഒന്ന് ഏറ്റെടുത്തൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കുഷ്ഠരോഗികളുടെ സ്ഥാനത്താണിപ്പോൾ. ഞങ്ങൾക്ക് ശരീരത്തിൽ ചില രോഗങ്ങളുണ്ട്. ഞങ്ങൾക്ക് ചില വലിയ പ്രശ്നങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് അവരെ പോലെ തന്നെ ഞങ്ങളും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. അവരെ പോലെ തന്നെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന്. ഈ വചനം ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാൻ പോവുകയാണ്. അത് മറ്റ് പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കത്തക്ക വിധം ഒരു സാക്ഷ്യമായി മാറി. മറ്റൊരാൾക്ക് നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ കഴിയത്തക്ക വിധം, പറഞ്ഞു കാണിക്കാൻ കഴിയത്തക്ക വിധം ജീവിതത്തിൽ ചില സാക്ഷ്യങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. പോകും വഴി. ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിക്കാമോ? ഒന്ന് കരങ്ങളെ ഉയർത്തി ഈ വിഷയത്തെ ഒന്ന് ഏറ്റെടുത്തേ.
ഈ വിഷയത്തെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചേറ്റെടുത്ത് ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാനേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ ശക്തി വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പറഞ്ഞിട്ട് ഈ വചനത്തിലേക്ക് വരികയാണ്. നമ്മൾ 2024 ജനുവരി മാസം 1 മുതൽ ആ മാസം ഫുൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ നിയോഗ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. അത് വലിയ സാക്ഷ്യങ്ങളുടെ ഒരു കാലമായത് മാറും. കാരണം അത് വചനത്തിൽ ആരംഭിക്കുന്ന ഒരു ജീവിതവും ശുശ്രൂഷയുമാണ്. ഒരുപാട് പേര് ചോദിച്ചു, ഈ വാക്ക് എങ്ങനെ കിട്ടി, ഇതെങ്ങനെ ചെയ്തു എന്ന്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, ദൈവമേ, ലോകം മുഴുവൻ ദൈവത്തിൻ്റെ വചനം എത്തിക്കാൻ എന്നാ ഒരു വഴി? അങ്ങനെയല്ല ഞാൻ പ്രാർത്ഥിച്ചത്. ലോകം മുഴുവൻ വചനം മനസ്സിലാകുന്ന വിധത്തിൽ എല്ലാവരിലും എത്തിക്കാൻ എന്താ വഴി എന്നാണ്. വചനം എല്ലാവരും എത്തിക്കുന്നുണ്ട്, പക്ഷെ അത് പലർക്കും മനസ്സിലാകുന്നില്ല. ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്, ചിലപ്പോൾ 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് അല്ല 5 മിനിറ്റ്. ഞാൻ വചനം വായിക്കുമ്പോൾ വചനം വായിച്ചു കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ, വായിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ ഇടവരണമേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ ദൈവസ്വരം കേൾക്കാൻ പറ്റും, എന്നിട്ടേ ഞാൻ ബൈബിൾ മടക്കൂ, എന്നിട്ടേ ബൈബിൾ ഞാൻ ക്ലോസ് ചെയ്യുള്ളൂ, മടക്കുള്ളൂന്ന്. അതായത് നിങ്ങളും ദൈവവചനം വായിക്കുന്നവരാണ്, പക്ഷേ മനസ്സിലായാലും മനസ്സിലായില്ലേലും അത് കഴിയുമ്പോൾ നിങ്ങൾ മടക്കും. മനസ്സിലായാലും മനസ്സിലായില്ലേലും നിങ്ങൾ ബൈബിൾ എടുത്ത സ്ഥാനത്ത് തിരിച്ചു വയ്ക്കും. ഇത്രയും നമ്മൾ ചെയ്യാറുള്ളൂ. എനിക്ക് ദൈവം തന്നൊരു അനുഗ്രഹമാണ് മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ദൈവവചനം എത്തിക്കാൻ. ഏത് സാധാരണക്കാരൻ. ഞാൻ റോഡിൻ്റെ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചു പോകുന്നൊരു മനുഷ്യൻ എന്നെ കണ്ട് അപ്പുറത്ത് മാറ്റി വണ്ടി നിർത്തി. അതിൽ ആൾക്കാരുണ്ട്. അദ്ദേഹം ഓടി വന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന വിധത്തിൽ വചനം തരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്, നിർത്തരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു അംഗീകാരമായി ഞാൻ കാണുന്നു എന്ന് ഞാനും പറഞ്ഞു. ഇത് പല സ്ഥലത്തുനിന്നും ഞാൻ ദൈവനാമ മഹത്വത്തിനായിട്ടത് പറയുകയാണ്. അതുപോലെ തന്നെ വീണ്ടും 2024 നിയോഗ പ്രാർത്ഥന, അതൊരു നിയോഗമാണ്. ഒത്തിരി വലിയ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സമയമാണ്. ഹല്ലേലൂയ. അപ്പം നിങ്ങളും അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആ മാസങ്ങളിലെല്ലാം നമ്മുടെ ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ വലിയ ശുശ്രൂഷകൾ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ഓരോ വെള്ളിയാഴ്ചകളിലും ഒത്തിരി അനുഗ്രഹമുള്ള ശുശ്രൂഷകളെ ആ നാളുകളിൽ, അത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്. കാരണം ആരെങ്കിലുമൊക്കെ വേണ്ടേ നടാനും നനയ്ക്കാനും? എന്നാലല്ലേ വളരുള്ളൂ, എന്നാലല്ലേ ദൈവം വളർത്തുള്ളൂ. എൻ്റെ ഡ്യൂട്ടി നനയ്ക്കുക, നടുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളർത്തുന്ന ദൈവമാണ്, സാക്ഷ്യം അവിടെ കൊണ്ടുവരുന്നത് ദൈവമാണ്. ഞാൻ ബിസിനസ്സായിട്ടല്ല നിയോഗ പ്രാർത്ഥന നടത്തുന്നത്. അതിൻ്റെ താഴെ അക്കൗണ്ട് നമ്പറോ ബാങ്ക് ഡീറ്റെയിൽസോ കൊടുക്കാറില്ല. അതിൻ്റെ താഴെ നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇത്ര പൈസ ഇങ്ങോട്ട് ഇടണം എന്നൊന്നും പറയാറില്ല. അത് ദൈവവചന ശുശ്രൂഷ മാത്രമാണ്. അത് ഇത്ര പൈസ അവരിൽ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയോടെ നടത്തിയ ശുശ്രൂഷയുമല്ല. അതുകൊണ്ടൊരു നിയോഗമാണ്. ചിലർ പറഞ്ഞു, അതിൻ്റെ താഴെ അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ പാടില്ലായിരുന്നോ, കുറച്ച് പൈസയ്ക്ക് ആരും തരില്ലായിരുന്നോ? പൈസ ആവശ്യത്തിനുണ്ട്. ഒത്തിരി പണമായാലും പ്രശ്നമാണ്. ആവശ്യത്തിന് മതി. അത് അധികമായാലും അഹങ്കാരമാവും. വരുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടു പോകണം എന്നുള്ളതാണ് ആ ശുശ്രൂഷയുടെ ലക്ഷ്യം. നിങ്ങളതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് അനുഗ്രഹങ്ങൾ ആ വഴി ഈ ലോകത്തിൽ ദൈവം ദൈവവചനത്തിലൂടെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതറിയാവുന്നവരോട്, പ്രിയപ്പെട്ടവരോട്, കുടുംബക്കാരോടെല്ലാം നിങ്ങൾ പറയണം. സഭാവ്യത്യാസമന്യേ എല്ലാവരെയും അത് സ്വീകരിക്കുമെന്ന് എനിക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം നിയോഗ പ്രാർത്ഥന സഭാവ്യത്യാസമന്യേ എല്ലാവരും സ്വീകരിച്ചതാണ്. എല്ലാവരെയും ബഹുമാനത്തോട് സന്തോഷത്തോടെ കാണുന്നത്. അപ്പോൾ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ ബൈബിൾ വായിച്ചിട്ട് എവിടെയും ദൈവം ഒരാളെ മാറ്റി നിർത്തിയതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനൊരു വാക്ക് ഞാൻ കണ്ടിട്ടില്ല. യേശു പറഞ്ഞു, നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണെന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്കെന്താണ് അവകാശം, എന്താ അധികാരം അയാളെ ഇന്ന പേരിൽ മാറ്റി നിർത്താൻ? ഒരാളെയും മാറ്റി നിർത്താൻ ദൈവം എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരെയും ഈ ശുശ്രൂഷയിൽ മാറ്റി നിർത്തത്തില്ല. ഈ ഒരു കാര്യത്തിൽ മാറ്റി നിർത്താൻ അവകാശമില്ല. അത് ദൈവത്തിന് വിഷമമുണ്ടാവും, ദുഃഖമുണ്ടാവും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളും പ്രാർത്ഥിക്കണം. ജനുവരി മാസത്തെ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ ഒരു അനുഗ്രഹമുള്ള ശുശ്രൂഷയായി നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത്.
അന്ന് എല്ലാവരുടെ കയ്യിലും പ്രാർത്ഥിച്ച് ഈ ആലയത്തിൽ നിന്ന് ഒരു 10 രൂപ എല്ലാവർക്കും കൊടുക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാ വർഷവും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്നോടൊരു മനുഷ്യൻ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ, നമ്മൾ ഒരാൾക്കൊരു പൈസ കൊടുത്തിട്ട് നമ്മൾ പിറുപിറുത്തോണ്ടും വിഷമത്തോടും കൊടുത്താൽ അയാൾക്കും ഗുണമില്ല, നമുക്കും ഗുണമില്ല. ചില ആളുകൾ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ ഒരു പേടി, അയാൾ രക്ഷപ്പെടുവോ ദൈവമേ എന്ന് ചോദിച്ചാൽ കൊടുക്കുന്നത്. അയാൾ രക്ഷപ്പെടില്ല, നമ്മളും രക്ഷപ്പെടില്ല. എന്നാൽ ചില ആളുകൾ 10 രൂപ കൊടുത്തിട്ട് പറയും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നീ രക്ഷപ്പെടുമെന്ന് പറയും. ആ 10 രൂപ കൊണ്ട് അവനും രക്ഷപ്പെടും, നമ്മളും രക്ഷപ്പെടും. അപ്പോൾ ഞാൻ ഈ 2024 ആദ്യ വെള്ളിയാഴ്ച, ഏത് മാസം, ജനുവരി 4-ാം തീയതി നമ്മൾ നല്ലൊരു പ്രാർത്ഥനയാണ്, നമ്മൾ ആരാധനയിടയിൽ ഒരു 10 രൂപ ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചു കൊടുക്കും. അപ്പം ബ്ലാങ്ക് ഒരു വെള്ള പേപ്പർ പോലെ അല്ല നേരെ മനസ്സ്. നമ്മൾ ചിലരെയൊക്കെ നന്നായി വരുമെന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സ് ബ്ലാങ്കാണ്. എൻ്റെ മനസ്സ് ബ്ലാങ്ക് അല്ല, ശുശ്രൂഷകരായ ഞങ്ങൾ ഒരു ചുമ്മാ അനുഗ്രഹിക്കപ്പെടുന്നല്ല, അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സ് അറിഞ്ഞ് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് തരാൻ ആഗ്രഹമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം, എല്ലാവരോടും പറയണം. നമുക്കങ്ങനെ ശുശ്രൂഷകളിൽ ഏറ്റവും ഒത്തിരി സാക്ഷ്യങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ കാലമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഒരു വചനം എടുക്കുകയാണ്, വചനം പറഞ്ഞ് വേഗം നിർത്താം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ്. 18 മുതലുള്ള വാക്യങ്ങൾ. അതിന് ഹെഡിങ് എന്താണെന്ന് വായിക്കാമോ? അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. പാവം പിടിച്ചൊരു വൃക്ഷം എന്തിനാണാവോ ശപിച്ചത്? വൃക്ഷം അതിന് കടിച്ചില്ലല്ലോ, വൃക്ഷം അതിന് ഉപദ്രവിച്ചില്ലോ, അത് അവിടെ നിന്നെന്നല്ലേ ഉള്ളൂ. ശരിക്കും നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് ഈ വാക്യത്തെക്കുറിച്ച്. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. യേശു ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ വഴിയരികിൽ ഒരു വലിയ അത്തിവൃക്ഷം, നല്ല ഒത്ത വണ്ണവും നല്ല ശിഖരങ്ങളും നിറയെ ഇലകളുമുള്ള എന്തു മരം? അത്തിവൃക്ഷം നിൽക്കുന്നത് കണ്ടു. ഫലം ഉണ്ടോ നോക്കാൻ ചെന്നു, ഒന്നും കണ്ടില്ല. അപ്പോൾ യേശു പറഞ്ഞു, ഇനി ഒരിക്കലും നിന്നിൽ ഫലം ഉണ്ടാകാതിരിക്കട്ടെ. ആ അത്തിവൃക്ഷം സാമൂലം ഉണങ്ങിപ്പോയി. ഇത് കണ്ട് ശിഷ്യന്മാർ ചോദിച്ചു, ഈ അത്തിവൃക്ഷം പെട്ടെന്ന് ഉണങ്ങിപ്പോയത് എങ്ങനെ? ഏത് തരത്തിൽ ഇനി വെട്ടിയിട്ടാൽ പോലും 1 മാസം കഴിയാതെ ഉണങ്ങിയല്ലോ, ഇതെങ്ങനെ നിന്ന നിപ്പിൽ ഉണങ്ങിപ്പോയി? മറ്റൊരു സ്ഥലത്ത് ഈ ബൈബിൾ എഴുതിയപ്പോൾ എഴുതിയിട്ടുണ്ട്, ആ അത്തിവൃക്ഷം സമൂലം ഉണങ്ങിപ്പോയി. സമൂലം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചില വൈദ്യന്മാർ പറയും തൊട്ടാവാടി സമൂലം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ആ വേരടക്കം പറിച്ച് ആ വേര് കഴുകി ആ വേരടക്കം തിന്നാനാണ് പറഞ്ഞത്. ഒരു മരുന്നായിട്ട് പറയുന്നതാണ് അവർ. ഏതിനാന്ന് എനിക്കറിയില്ല. സമൂലം. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഈ അത്തിവൃക്ഷം സമൂലം, അപ്പോൾ ഇവർ വേരുണങ്ങിപ്പോയത് ശിഷ്യന്മാർ എങ്ങനെയാണ് കണ്ടത്? മിക്കവാറും ഇവർ ഈ മരം ഉണങ്ങിപ്പോയത് കണ്ട് ഇവർ മണ്ണ് മാതി നോക്കിയാണ് വേരുണങ്ങിയോന്നറിയാൻ. അപ്പം നോക്കി വേരടക്കം ഉണങ്ങിയിരിക്കുന്നു. ശിഷ്യന്മാർ ചോദിച്ചു, ഇത്രയും വലിയ അത്തിവൃക്ഷം, ദേ കുറച്ച് 10 മിനിറ്റ് നേരെ നിന്ന വൃക്ഷം ദേ വേരടക്കം ഉണങ്ങി നിൽക്കുന്നത് കണ്ടു. എന്താണ് ആ അത്തിവൃക്ഷം? പ്രിയപ്പെട്ടവർ, ഈ വചനം വായിക്കുമ്പോൾ ഫലമില്ലാത്തൊരു അത്തിവൃക്ഷം നമ്മുടെ വീട്ടിലും ചിലപ്പോൾ വളർന്നു നിൽക്കും. അത് ചിലപ്പോൾ കുടുംബ വഴക്കിൻ്റെ പേരായിരിക്കും അതിൻ്റെ പേര്. ചില ഒരാൾ പറഞ്ഞു, ഇന്ന് ഫലമില്ലാത്തൊരു അത്തിവൃക്ഷമായി എൻ്റെ വീട്ടിൽ വളർന്നിരിക്കുന്നത് ഞാനും ഞങ്ങളുടെ കുടുംബത്തിൽ നിൽക്കുന്ന വഴക്കാണ്. എന്ത് നോക്കിയിട്ടും അത് ഉണങ്ങുന്നില്ല, ഫലമില്ലാത്തതാണ്. ഫലമില്ലാത്ത അത്തിവൃക്ഷം ഉണ്ടോ എന്ന് ചിന്തിക്കണം. ചില ആളുകൾ പറയുന്നു, എൻ്റെ കുറ്റം പറയണ സ്വഭാവം ഇന്നത് ഫലമില്ലാത്ത അത്തിവൃക്ഷം കണക്കേ അത് വലുതായി. എൻ്റെ കടബാധ്യത ഫലമില്ലാത്ത അത്തിവൃക്ഷമായി വേരടക്കം നിൽക്കുകയാണ്. ഇതെന്തു ചെയ്തിട്ടും മാറുന്നില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും മാറ്റമില്ലാത്തത്, മാറാത്തത് യേശുവിൻ്റെ ഒരു വാക്കിൽ അത് സമൂലം പോയി. യേശുവിൻ്റെ ഒരു വാക്കത് സമൂലം വേരടക്കം അത് ഉണങ്ങിപ്പോയി. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വേരടക്കം ഉണങ്ങിപ്പോകേണ്ട ഏതെങ്കിലും അത്തിവൃക്ഷമുണ്ടോ? ചിലപ്പോൾ ചില ആളുകളുടെ സംശയമായിരിക്കും അത് വേരടക്കം ഉണങ്ങിപ്പോകേണ്ട അത്തിവൃക്ഷമാണ്. ചില ആളുകൾക്ക് അത് സാമ്പത്തിക ബാധ്യത, പ്രശ്നം, കടബാധ്യത, അത് വേരടക്കം ഉണങ്ങിപ്പോകേണ്ട അത്തിവൃക്ഷമാണ്. യേശു ആ അത്തിവൃക്ഷത്തോട് പറഞ്ഞു, നിന്നിൽ ഇനി ഫലം ഉണ്ടാകാതിരിക്കട്ടെ. അത് സമൂലം ഉണങ്ങിപ്പോയി. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ ഇത് ഒത്തിരി കാര്യമുണ്ട്. ചില ആൾക്കാർ മദ്യപാനം, ലഹരിക്കടിമത്തിലുള്ള ജീവിതം, അത് അയാളിൽ ആ സ്വഭാവം, ആ മദ്യപാനശീലം, ആ ലഹരിക്കടിമപ്പെടുന്ന ജീവിതം, ആ വ്യക്തി പറയുന്നു, എനിക്ക് ഉപേക്ഷിക്കണമെന്നും നിർത്തണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല. അത് ഫലമില്ലാത്ത അത്തിവൃക്ഷമാണ്. നീ 1500 ധ്യാനത്തിന് പോയി, എന്നിട്ടും ആ മരം ഉണങ്ങിയിട്ടില്ല. ആ മരം ഇപ്പോഴും അതുപോലെ നിൽക്കുന്നു.
അല്ലെങ്കിൽ ബീഡി വലിക്കുന്ന സ്വഭാവം, അത് ഭയങ്കര അപകടമാണ്. നിന്റെ കരളിന് അതുവരെ ബാധിച്ചു എന്ന് ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. കരളിനെ അത് ബാധിച്ചു, നിനക്ക് എന്തെങ്കിലും രോഗം ഉണ്ടായാൽ അത് ബാധിക്കും, ആയുസ്സിനെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും അത് ആർത്തിയോടെ വലിക്കുന്നു, കുടിക്കുന്നു. അത് നിന്നിൽ ഫലമില്ലാതെ നിൽക്കുന്ന അത്തിവൃക്ഷമാണ്. നീ പറിക്കാൻ നോക്കിയാൽ വേരടക്കം കിട്ടത്തില്ല. അത് ദൈവത്തിൻ്റെ വാക്ക് ഇന്ന് അതിൽ വരണം. അതിൽ ദൈവത്തിൻ്റെ വാക്ക് വരുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോവും. വേറൊരു വ്യക്തി പറഞ്ഞു, എൻ്റെ മകൾക്കൊരു തെറ്റായ ബന്ധമുണ്ട്. ആ വ്യക്തി എന്നോട് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ തകർന്ന് തരിപ്പണമായി പോയി. ഞാൻ അവരോട് പറഞ്ഞു, അത് നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല, നമ്മുടെ കുടുംബത്തിന് ചേർന്നല്ല, വ്യക്തിക്ക് ചേർന്നല്ല, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ആ അത്തിവൃക്ഷം, അത് ആ തെറ്റായ ബന്ധം അവിടെ നിൽക്കണം, അത് വേണ്ട, ഉണങ്ങിപ്പോണ്ട അത്തിവൃക്ഷം, ആ തെറ്റായ ബന്ധം. അത് നീ എത്ര ഉപദേശിച്ചു എന്ന് വിചാരിച്ചോ, ബഹളം വെച്ചു എന്ന് വിചാരിച്ചോ, ആ അത്തിവൃക്ഷം ഉണങ്ങണമെന്നില്ല. ദൈവത്തിൻ്റെ വാക്കാണ് അതിനെ ഉണക്കുന്നത്. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. ചിലർ പറയും, എനിക്ക് ഒരു പ്രശ്നം തീരുന്നതിന് മുമ്പ് അടുത്ത പ്രശ്നം, ഇന്ന് നാളെ ശരിയാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. നാളെ കഴിഞ്ഞ് അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. ഫലമില്ലാത്ത വിധത്തിൽ ഉയർന്നിരിക്കുന്ന അത്തിവൃക്ഷം ഏതാണ് നിങ്ങളിൽ? ചിന്തിച്ചേ. എന്നിട്ട് നിങ്ങൾ തന്നെ ഇളക്കി പറിക്കാതെ അത് ദൈവത്തിൻ്റെ വാക്കിലേക്ക് കൊടുക്ക്. അതിനെ വേരടക്കം ഉണക്കാൻ ദൈവത്തിന് സാധ്യമാണ്. വേരടക്കം ഉണക്കാൻ നിനക്ക് സാധ്യമല്ല. നീ ഏത് തന്ത്രം ഉപയോഗിച്ചാൽ അത് വേരടക്കം ഉണങ്ങത്തില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് ഉണങ്ങാൻ ചിലപ്പോൾ സാധ്യത പോലെ ഉള്ളൂ. ഇനി അഥവാ ഉണങ്ങിയും തോന്നിയാൽ അടിയിൽ നിന്ന് അതിനേക്കാൾ പവർ കയറി വരും. ചില മരങ്ങൾ അങ്ങനെയാണ്, വേരടക്കം ഉണങ്ങിയിട്ടില്ലെങ്കിൽ താഴെ നിന്ന് അതിനേക്കാൾ ശക്തിക്ക് കയറി വരും. ചിലപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ തീയിട്ട് നശിപ്പിക്കും. അപ്പോൾ ആ മരത്തിൻ്റെ കുറ്റിയൊക്കെ തീ പിടിച്ചിട്ട് കരി പിടിച്ച പോലെ നിൽക്കും. നമ്മൾ വിചാരിക്കും ഈ മരം ഉണങ്ങിപ്പോയെന്ന്. മഴ പെയ്ത് കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ താഴേന്ന് 4 വശത്തു നിന്നും നല്ല തളിപ്പുകൾ കയറി വരുന്നത് വേരുണങ്ങിയിട്ടില്ലാത്തത് കൊണ്ടാണ് വീണ്ടും കയറി വന്നത്. വേരുണങ്ങാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. വേരടക്കം ഉണക്കാൻ ഒരാൾ പറയുകയാണ്, ചിലപ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് എല്ലാ പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, നഷ്ടങ്ങളാണ്. അങ്ങനെയെങ്കിൽ ആ നഷ്ടം തരത്തക്ക വിധം നിലനിൽക്കുന്ന വലിയൊരു അത്തിവൃക്ഷം നിൻ്റെ ജീവിതത്തിൽ നിൽപ്പുണ്ട്. അതിനെ ഇളക്കി പറിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ കഴിയാൻ പറ്റുമില്ലായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ വാക്കിന് ആ അത്തിവൃക്ഷത്തെ വേരോടെ ഉണക്കിക്കളയാൻ പറ്റും. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് പറയുന്നു, എൻ്റെ കൊച്ചിന് ഫോൺ ഭയങ്കര അഡിക്ഷനാണ്, ശ്രദ്ധയില്ല, ഒരു നിലനിൽപ്പില്ല, മുന്നോട്ട് പോകാൻ പറ്റും തോന്നില്ല. അവരുടെ ഉള്ളിൽ ആ വിധത്തിൽ വളർന്നു നിൽക്കുന്ന ഫലമില്ലാത്ത അത്തിവൃക്ഷോടെ നിൽപ്പുണ്ട്. ഉപദേശിച്ചു, 2 തല്ല് കൊടുത്തു, വഴക്ക് കൊടുത്തു, ആ മരം ഉണങ്ങിയിട്ടില്ല. വീണ്ടും മഴയെപ്പോലെ തന്നെ നിൽക്കുന്നു. ദൈവത്തിൻ്റെ വാക്കിനെ അതിനെ ഉണക്കാൻ കഴിയുള്ളൂ. ഉണങ്ങിപ്പോകേണ്ട എന്താണ് നിന്നിൽ പടർന്നു നിൽക്കുന്നത്? ഉണങ്ങിപ്പോകേണ്ട എന്തേലും വളർന്നു നിൽപ്പുണ്ടോ ഇന്ന്? അത് ഉണക്കുന്ന ദിവസമാണിന്ന്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളാണ് കേട്ടത്. സാക്ഷ്യങ്ങളുടെ ഒരു കാലം ദൈവം ഒരുക്കുന്നു. സാക്ഷ്യങ്ങളുടെ ഒരു കാലം ദൈവം ഒരുക്കുന്നു. ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് പറഞ്ഞു പ്രഘോഷിക്കാൻ, ഓടി നടന്ന് പ്രഘോഷിക്കാൻ ഒരു കാലം ഒരുക്കുന്നു. ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് എനിക്ക് ഓടി നടന്ന് പറയാൻ ഒരുപാട് സമയങ്ങൾ ദൈവം ഒരുക്കുന്നു. ഈ കാലഘട്ടം ദൈവം ജീവിക്കുന്നുവെന്ന് ദൈവം തെളിയിക്കുന്ന കാലഘട്ടമാണ്. അതിനുവേണ്ടി ദൈവം ഒരുക്കി തന്ന ശുശ്രൂഷയാണ് നിയോഗ പ്രാർത്ഥന എന്ന ശുശ്രൂഷ. അതിലൂടെ എത്രയോ ജീവിതങ്ങളിലാണ് ഉണങ്ങേണ്ട ചില അത്തിവൃക്ഷത്തെ ദൈവം ഉണക്കിയത്. നീ ഈ കണ്ട പ്രായം വരെ നോക്കിയിട്ട് ആ അത്തിവൃക്ഷത്തെ ഉണക്കാൻ കഴിഞ്ഞോ? ആ അത്തിവൃക്ഷത്തെ നിനക്ക് ഉണക്കാൻ കഴിഞ്ഞോ? ഇല്ല. അത്തിവൃക്ഷത്തെ ഉണക്കുന്നത് ദൈവത്തിന്റെ വാക്കാണ്. എന്താ ഉണങ്ങിപ്പോകേണ്ടത്? നിന്റെ ജീവിതത്തിൽ എന്താ ഉണങ്ങിപ്പോകേണ്ടത്? ഒരുപക്ഷെ നിങ്ങൾ പറയും, എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു വിശ്വാസവും ഇല്ല. ആ അവിശ്വാസത്തിന്റെ അത്തിമരം ഉണങ്ങിപ്പോകേണ്ടതാണ്. എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറയുന്നു, എനിക്ക് പ്രാർത്ഥന പള്ളിയിൽ നിന്നേ കേൾക്കാം, പിന്നെ ഞാൻ എന്തിന് പള്ളിയിൽ പോകണം എന്ന് ചിന്തിക്കുമായിരിക്കാം. ആ അവിശ്വാസം അവിടെ വളർന്നു നിൽപ്പുണ്ട്. അവിശ്വാസം, പ്രാർത്ഥനയുടെ കുറവ് ഒരു അത്തിമരം പോലെ വളർന്നിട്ടുണ്ട്. കുടുംബത്തിൽ ആവശ്യമില്ലാത്ത കുറെ വഴക്ക് മരം പോലെ വളർന്നു നിൽപ്പുണ്ട്. ചുമ്മാ പിറുപിറുക്കുന്ന, കുറ്റം പറയുന്ന, എല്ലാത്തിനും അസ്വസ്ഥത പറയുന്ന, എല്ലാവരോടും നെഗറ്റീവ് പറയുന്ന കുറെ അത്തിമരങ്ങൾ ജീവിതത്തിനകത്ത് വളർന്ന് വലുതായിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് പലരും നിന്നെ ഇഷ്ടപ്പെടാത്തത്. അതുകൊണ്ടാണ് പലരും നിന്നെ അടിച്ച് വേലിക്കകത്ത് കയറ്റാൻ ഇഷ്ടപ്പെടാത്തത്. പലരും നിന്നോട് മിണ്ടാൻ ഇഷ്ടപ്പെടാത്തത്. നീ കണ്ടിട്ടില്ല നിന്റെ മേൽ കുറ്റം പറയുന്ന ഒരു വലിയൊരു അത്തിവരം നിൽക്കുന്നത് നീ കണ്ടിട്ടില്ല. നീ വിചാരിക്കുന്നു നീ പെർഫെക്റ്റ് ആണ്, നീ വളരെ പ്രധാനപ്പെട്ട ആളാണ്, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഫലമില്ലാത്ത അത്തിവൃക്ഷം കുഞ്ഞെ നിന്റെ ജീവിതത്തിനകത്ത് കിളുത്ത് കിടന്ന് കുറെ നാളായി. അതിനെ ഉണക്കിക്കളയാൻ
കേവലം ഒരു സാധാരണ പ്രാർത്ഥന പോരാ. ദൈവത്തിന്റെ വാക്ക് നിന്നിൽ വരുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോകും. സമൂലം അതിന്മേൽ മാറ്റം വരും. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നു, ഏതോ ഒരു ദോഷം എന്റെ ജീവിതത്തിൽ കിടപ്പുണ്ട്, ഏതോ പൈശാചിക ശക്തി എന്റെ വീട്ടിൽ അസ്വസ്ഥപ്പെടുന്നുണ്ട്, അതാ എന്റെ കുടുംബം തകർന്നു പോകുന്നത്. അങ്ങനെ നിനക്ക് ചിന്തയിൽ പോലും വരുന്നുണ്ടെങ്കിൽ ആ അത്തിവൃക്ഷത്തെ ആ ദൈവം ഇന്ന് വേരോടെ ഉണക്കാൻ പോകുന്നത്. ആ അത്തിവൃക്ഷത്തെ ഒരാൾ പറയുന്നു, എന്റെ വീട് മന്ത്രവാദ കൂടോത്തര ക്ഷുദ്രപ്രയോഗം ഇതെല്ലാം ചെയ്ത് എന്റെ കുടുംബത്തെ ആരോ തകർത്തു കളഞ്ഞു, എന്റെ വീടിന് ഏലസ് കിട്ടി, അവിടുന്ന് തകിട് കിട്ടി, എന്റെ ജീവിതത്തിൽ ഇതെല്ലാം തകർത്തത്, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി കളഞ്ഞത് ഇങ്ങനെയാണ്. ആ അത്തിവൃക്ഷമാണോ ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നത്? അതിനെ വേരടക്കം ഉണക്കാൻ ഇന്ന് കേട്ട ഈ വചനത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. അത്തിവൃക്ഷത്തെ ഉടക്കുന്നത് നമ്മുടെ നല്ല വാക്കല്ല, ദൈവത്തിന്റെ വാക്കാണ്. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഏതാ ഫലമില്ലാത്ത അത്തിവൃക്ഷം നിങ്ങളിലുള്ളത്? ഏതാ അത്തിവൃക്ഷം നിങ്ങളിലുള്ളത്? അത് ഇന്ന് കരിഞ്ഞു പോകണം. അത് കരിഞ്ഞു പോകണം. അത് മന്ത്രവായാലും തന്ത്രവായാലും കരിഞ്ഞു പോകണം. അത് പൈശാചിക ശക്തികളുടെ പീഡനയാണേലും അത് കരിഞ്ഞു പോകണം. അത് വേരടക്കം കരിച്ചു പോകണം. അതിന്റെ മണ്ണിന്റെ മുകളിൽ തീയിട്ടിട്ട് കാര്യമില്ല, അതിന് വേരടക്കം ഉണക്കാൻ കഴിയണം. സെക്കൻഡുകൾ കൊണ്ട് സംഭവിക്കും. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. ഇപ്പോൾ അത് സംഭവിക്കും. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സ്തുതിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കുവാണ്, എൻ്റെ വീട്ടിലെ ഇന്നയാൾക്ക് ഒരു തെറ്റായ ബന്ധമുണ്ട്, ഞാനത് കണ്ടു, എനിക്കതറിയാം, പക്ഷെ ഞാൻ നോക്കിയിട്ടത് വേരോടെ ഉണങ്ങുന്നില്ല. ഞാൻ പലരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടും അത് വേരോടെ ഉണങ്ങുന്നില്ല. അത് വേരോടെ ഉണക്കാൻ കഴിയുന്നവൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഞാൻ ഒത്തിരി പൈസ കടം മേടിച്ചിട്ട് ഞാൻ ബിസിനസ് ചെയ്തു, പക്ഷെ എൻ്റെ കൂടെയുള്ള പലരും അത് ചതിച്ചു, പറ്റിച്ചു, പലരും കബളിപ്പിച്ചു, എന്നെ പൊട്ടനാക്കി കളഞ്ഞു. ഇപ്പോൾ ആരുമില്ല. നിന്നെ ആ വിധത്തിൽ ഇല്ലാതാക്കിയ അത്തിമരമുണ്ട്, ഫലമില്ലാത്തത്. അത് വേരോടെ ഉണങ്ങിപ്പോണ്ടേ. ചില ആളുകൾ ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം പറഞ്ഞു, അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, ഇപ്പുറത്ത് പറഞ്ഞു, അപ്പുറത്ത് പറഞ്ഞു, എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് എല്ലാം പോലെ നടക്കുകയും ചെയ്യും. ആ സ്വഭാവം എല്ലാവർക്കും അറിയാം. അത് നിന്നിൽ ഫലമില്ലാതെ നിൽക്കുന്ന അത്തിവൃക്ഷമാണ്. അത് ഒന്നെങ്കിൽ നീ പറിച്ചു കളയണം, അല്ലെങ്കിൽ പറിച്ചു കളയാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കിൽ അത് സമർപ്പിച്ച് അത് ഉണങ്ങിപ്പോകാൻ പ്രാർത്ഥിക്കണം. ഉണങ്ങിപ്പോകാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ അളവല്ല കേട്ടോ കൂട്ടേണ്ടത്. പ്രാർത്ഥനയുടെ അളവൊക്കെ ഒത്തിരി പേര് കൂട്ടി, പക്ഷെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല. പ്രാർത്ഥനയുടെ അളവ്, ഉപവാസത്തിൻ്റെ അളവൊക്കെ ഭയങ്കര കൂടുതലാണ് ചിലർക്ക്, പക്ഷെ സ്വഭാവത്തിൽ ഒരു കടുകോളം മാറ്റമില്ല, പോയിന്റ് മാറ്റമില്ല. ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ. ധ്യാനം മാറി, ധ്യാന രീതികൾ മാറി, പ്രഭാഷണം മാറി, പ്രഭാഷണ രീതികൾ മാറി, ശുശ്രൂഷ മാറി, ശുശ്രൂഷകളുടെ രീതി മാറി, പക്ഷെ മനുഷ്യന് മാറ്റമില്ല. അപ്പോൾ ശുശ്രൂഷകൾ എവിടെയോ മാറേണ്ടിയിരിക്കുന്നു. ഇതാണ്, ഈ വചനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഈ വചനമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഒരു കാര്യം മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. യേശു പറഞ്ഞു, നീ വിശ്വാസത്തോടെ പറയുകയാണ്, ഈ മലയോട് ഇവിടെ നിന്ന് മാറി അപ്പുറത്തേക്ക് പോവുക എന്ന് പറയുകയും, അടുത്ത വാക്ക് ഗൗരവമുള്ള വാക്ക്, ഹൃദയത്തിൽ ശങ്കിക്കാതെ, സംശയിക്കാതെ നടക്കുവോ, ശരിയാവുമോ? ശരിയാകാൻ സാധ്യതയില്ല. എനിക്ക് ഭാഗ്യദോഷമുള്ള ആളാ, എൻ്റെ കാര്യമൊന്നും ശരിയായിട്ടില്ല, പണ്ട് മുതലേ എൻ്റെ കാര്യം ഇങ്ങനെയാണ്, എൻ്റെ കുടുംബത്തിലെല്ലാം ഇങ്ങനെ ഒരു പ്രശ്നമുള്ളൂ, എൻ്റെ ചേട്ടനെ നോക്കി, എൻ്റെ അനിയനെ നോക്കിക്കേ, അവർക്കെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെയൊക്കെയുള്ള പൊട്ടവാക്കുകൾ പറയാതെ അകത്ത് വിശ്വസിച്ച് എനിക്ക് ദൈവം നല്ലത് തരുമെന്ന് അകത്തും വിശ്വസിച്ച് വാക്കുകൊണ്ട് പറയാമോ? എൻ്റെ ഈ ജോലി ദൈവം ഒരുക്കുന്ന ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് പറയാമോ? എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്ന ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് പറയാമോ? അത് അതേപടി സംഭവിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. സംഭവിക്കുമെന്ന് എഴുതിയിട്ട് അവസാനത്തെ പൂജ്യവും ഇട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. സംഭവിക്കും, അത് കൃത്യമാണ്. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമോ? സംഭവിക്കും. അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. ആമേൻ. നമുക്ക് 2024 ജനുവരി മാസം നടക്കുന്ന നിയോഗ പ്രാർത്ഥന, അതിൽ പങ്കെടുക്കാൻ പോകുന്നവരെ, ഒരുങ്ങിയിരിക്കുന്നവരെ, അതിൽ ലക്ഷോപലക്ഷം ആളുകൾ പങ്കെടുക്കുമായിരിക്കാം. 100 പേര് പങ്കെടുക്കുമായിരിക്കാം, 500 പേര് പങ്കെടുക്കുമായിരിക്കാം, ഒരാളായിരിക്കും പങ്കെടുക്കുന്നത്. പങ്കെടുക്കുന്ന ഒരാൾക്കൊരു അനുഗ്രഹം ലഭിക്കത്തക്ക വിധം ആ ശുശ്രൂഷയെ പ്രയോജനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാമോ? ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രം ആ ജനുവരി മാസത്തെ ഒന്ന് സമർപ്പിക്കാമോ? ആദ്യ വെള്ളിയാഴ്ച ദിവസം മുതലുള്ള ദിവസത്തെ ഏൽപ്പിക്കാമോ? മറ്റൊരു തലത്തിലേക്ക് ദൈവം ഉയർത്തുന്ന സമയമാണ്, മറ്റൊരു സ്റ്റെപ്പ് നമ്മളെ കയറ്റി നിർത്തുന്ന സമയമാണ്.
മറ്റൊരു കാലഘട്ടത്തിലേക്ക് ശുശ്രൂഷ മാറുകയാണ്. ശുശ്രൂഷയുടെ അഭിഷേകം മാറുകയാണ്. പവർഫുൾ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ വരികയാണ്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കാമോ? ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. ഇത് രണ്ടും സംഭവിക്കും. അധികമായി എന്നിൽ നിറയും, അളവില്ലാതെ നിറയും. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. രണ്ട് വാക്ക് മനസ്സിൽ പറഞ്ഞേ. അധികമായി പ്ലസ് അളവില്ലാതെ, അധികമായി പ്ലസ് അളവില്ലാതെ. രണ്ട് ക്ലബ്ബ് ചെയ്ത് വായിക്കേണ്ട വാക്ക്. അധികമായി പ്ലസ് അളവില്ലാതെ. ആമേൻ. ഇരിക്കാം. ഹല്ലേലൂയ. ഒത്തിരി സന്തോഷമുണ്ട്. ഈ ദിവസം ഒത്തിരി അനുഗ്രഹമാണ്. അടുത്ത വെള്ളിയാഴ്ച, ഈ മാസത്തിൻ്റെ, ഈ വർഷത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമാണ്. എനിക്ക് കൃത്യമായ ഒരു ഉത്തരവുണ്ട് എല്ലാ കാര്യത്തിനും. എല്ലാ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഈ കാലത്ത് ദൈവം നമുക്ക് മറ്റൊരു സ്റ്റെപ്പിലേക്ക് നമ്മളെ അനുഗ്രഹത്തിലും അടയാളത്തിലും സൗഖ്യത്തിലൊക്കെ കയറ്റി നിർത്തുന്ന ഒരു കാലം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു സ്റ്റെപ്പ് നമ്മളെ കയറ്റി നിർത്തും. എപ്പോഴാണ് കയറ്റി നിർത്തുന്നത്? ഓട്ട മത്സരത്തിൽ ഓടുന്ന ഒരു കൊച്ച് ഫസ്റ്റോ സെക്കൻഡോ കിട്ടുമ്പോഴാണ് അതുപോലൊരു പ്ലാറ്റ്ഫോമിൽ കയറ്റി നിർത്തുന്നത്. നമ്മുടെ ശുശ്രൂഷ വളരെ വിശ്വസ്തയോടെ ചെയ്യുന്ന ശുശ്രൂഷയാണ്, ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ശുശ്രൂഷയാണ്. 4 കാശ് പിരിച്ചെടുക്കണം എന്ന ദുരുദ്ദേശത്തോടെ നടക്കുന്ന ശുശ്രൂഷയല്ല. അതുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം ദൈവം കയറ്റി നിർത്തും എന്ന് ഉറപ്പാണ്. ഒരു കാലത്തിലേക്ക് ദൈവം നമ്മളെ, ലോകത്തിൻ്റെ അല്ലെങ്കിൽ പല ഭാഗത്തു നിന്നും ആളുകൾ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വരും. നേരത്തെ ഇവിടെ വരും. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു സാക്ഷ്യങ്ങളുടെ കാലഘട്ടം. ഈ അൽത്താരയിൽ ആരും വന്ന് സാക്ഷ്യം പറഞ്ഞു തരും. അവർ ഫോൺ എടുത്ത് അവരുടെ കുടുംബക്കാരോട് വിളിച്ചു പറയും, ഞങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചു, ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കണം, നിങ്ങളിത് കേൾക്കണം എന്ന് പരസ്പരം അവരുടെ കുടുംബത്തിൽ ബന്ധങ്ങളിൽ ഈ ഫോൺ വിളിച്ചുള്ള എത്ര സാക്ഷ്യങ്ങളുണ്ടെന്നറിയോ? അങ്ങനെയാണ് പലരും ഈ ശുശ്രൂഷ അനുഗ്രഹമായി മാറിയത്. ഹല്ലേലൂയ. ഞാൻ 1-2 നിയോഗ പ്രാർത്ഥനയിൽ, ഈ നിയോഗ പ്രാർത്ഥന എന്താണെന്ന് ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ടാകാം, അല്ലെങ്കിൽ ഇവിടെ വരുന്നവർക്ക് കേട്ടോ, എല്ലാവർക്കും അറിയണമെന്ന് ഞാൻ പറയില്ല. ഇവിടെ വരുന്നവർ രാവിലെ 5 മണി മുതൽ 5:30 ആളുകളെ കാണുമ്പോൾ അവരുടെ നിയോഗം ഞാൻ സ്വീകരിച്ച് അവർക്ക് നിയോഗ പ്രാർത്ഥന കൊടുക്കുകയാണ്. ആ നിയോഗം അവർക്കപ്പോൾ അവർ കൊണ്ടുവന്ന ആ തിരി വെഞ്ചരിച്ച് കൊടുത്ത് അവരൊരു നിയോഗത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഈ നിയോഗ പ്രാർത്ഥനയിൽ വിശ്വസിച്ച ഒരു കാര്യം പറയാം. സാവൂള് ഡമാസ്കസിലേക്കല്ലേ, പുള്ളി കുതിരപ്പുറത്ത് താഴെ വീണു. കണ്ണും കാണത്തില്ലാതെ പുള്ളി ഒരു വീട്ടിൽ പോയി ഇരിക്കുകയാണ്. 3 ദിവസം ഭക്ഷണമില്ല, വെള്ളമില്ലാതെ ഇരിക്കുകയാണ്. ഒരു വീട്ടിലിരിക്കുകയാണ്, വീട്ടിൽ ഒന്നുമില്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, ആരോട് പറഞ്ഞു? അനനിയാസ്. അദ്ദേഹം ഒരു ഫേമസ് ധ്യാനഗുരുവൊന്നുമല്ല. അനനിയാസ് ആർക്കും അറിയില്ല അങ്ങനെ ഒരാളെ. അനനിയാസോ? അയ്യോ, ഫേമസ് ആയ ആൾക്കാർ അവിടെ, വലിയ വലിയ ആൾക്കാരുണ്ടായിരുന്നു. ദൈവം ഫേമസ് ആയ ആൾക്കാരെയൊക്കെ അവിടെ നിർത്തി. അനനിയാസ് എന്ന് പറയുന്ന ആൾ ഇന്ന് വരെ ഒരാളുടെ മുമ്പിൽ പോലും പ്രഭാഷണം നടത്തിയിട്ടില്ല, ഒരു കൺവെൻഷൻ നടത്തിയിട്ടില്ല, ഒരു രോഗശാന്തി ശുശ്രൂഷ നടത്തിയിട്ടില്ല. അനനിയാസിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, നീ അവൻ്റെ തലയിൽ പോയി കൈവച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അനനിയാസ് ചോദിച്ചു, ആരുടെ തലയിൽ? അവൻ്റെയോ? ഞാൻ കൈവക്കത്തില്ല. പക്ഷേ അനനിയാസ് പറഞ്ഞു, നിന്റെ വാക്കനുസരിച്ച് ഞാൻ പോകാം. ആരാ കൈ വെച്ചത്? പോയിട്ട് അനനിയാസ് പോയി ആ കൈ സാവൂളിൻ്റെ തലയിൽ വച്ചു. അതാരുടെ നിയോഗത്തിലാണ്? ആ യേശുവിൻ്റെ നിയോഗത്തിലാണ് ആ കൈവപ്പ് നടന്നത്. അങ്ങനെയെങ്കിൽ അനനിയാസാണ് ഈ നിയോഗ ശുശ്രൂഷ. അതാണ് ദൈവം അനേകരുടെ ജീവിതത്തിൽ വിടുതലായി ആ കരം, ദൈവകരം നീണ്ടുവരുന്നത് ആ ഒരു നിയോഗത്തിലാണ്. അതാണ് നിയോഗം. അനനിയാസ്. ഇനി അനനിയാസ് കൈവച്ച് കഴിഞ്ഞപ്പോൾ എന്താ നടന്നത്? അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ എന്തോന്നാണ്. ചെതുമ്പല് മത്സ്യത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നതാണ് ചെതുമ്പല്. അത് പോണെങ്കിൽ പുള്ളിക്ക് തന്നെ കണ്ണും തിരുമ്മിയാൽ പോരായിരുന്നു. ചെതുമ്പലല്ലേ ഉള്ളത്, അടിക്കഷ്ണമൊന്നുമില്ലല്ലോ.
250 ടൺ ഭാരമുള്ള ഒരു ഇരുമ്പിന്റെ പട്ടയൊന്നുമല്ലല്ലോ ഇരുന്നത്, ചെതുമ്പലല്ലേ ഇരുന്നത്. അനനിയാസിന് ചോദിച്ചുകൂടായിരുന്നോ? അത് പുള്ളിയോട് തന്നെ ഒന്ന് തിരുമാൻ പറ. ഇങ്ങനെ എല്ലാം തിരുമിയാ പോവില്ല. ദൈവം നിയോഗിച്ചവൻ അവിടെ വരണം. ഇനി ദൈവത്തിന് തന്നെ പോയിട്ട് സാവോൾ നിന്റെ കണ്ണിൽ ഒരു സംഭവം ഇരിപ്പുണ്ട്, ഞാൻ എടുത്തു തരാം, എടുത്തു കളഞ്ഞാൽ പറയുന്നത് അവിടെ കിടക്കുന്ന അനനിയാസിനെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താ? ദൈവത്തിന് നേരിട്ട് ചെയ്താൽ പോരായിരുന്നു? ഇല്ല. ചില കാര്യങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിക്കാറുണ്ട്, ദൈവമേ ഈ ജനത്തിന് ചില അനുഗ്രഹം വരാൻ ചിലപ്പം എൻ്റെ ഈ സാധാരണ കൈ ആയിരിക്കും ദൈവം കണ്ടത്. നീവക്ക് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. 1 സെക്കൻഡ് വെച്ച് പ്രാർത്ഥിച്ചു. അതെൻ്റെ കൈയുടെ മേന്മയല്ല, എൻ്റെ കൈയെ ദൈവത്തിൻ്റെ കരമായി ആ വ്യക്തിക്ക് വേണ്ടി 1 മിനിറ്റത്തേക്ക് ഉപയോഗിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത്രേ സംഭവമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഉടനെ ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ മാലയിടാൻ വരരുത്. ഞാൻ ആ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് തന്നെയാണല്ലോ എൻ്റെ ജീവിതത്തിൽ നടന്നത്. അയ്യോ, എൻ്റെ വാക്കിൻ്റെ പവർ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ്. എൻ്റെ ആ ശബ്ദത്തെ ആ വ്യക്തിക്ക് വേണ്ടി ദൈവം 1 സെക്കൻഡ് ഉപയോഗിച്ചു. അപ്പോൾ ആ വ്യക്തിക്ക് അത് കിട്ടി. ഒരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, അവർക്ക് ദൈവം അനുഗ്രഹിച്ചൊരു അനുഗ്രഹം ഉണ്ടായി. ഉടനെ ഈ കൈക്കെന്തോ പ്രത്യേകതയുണ്ട്, ഈ കൈ എന്തോ സംഭവം ചിന്തിക്കരുത്. അത് ആ വ്യക്തിക്ക് ഒരു അനുഗ്രഹം കിട്ടാൻ ദൈവം 1 സെക്കൻഡ് ആ പുള്ളിക്ക് വേണ്ടി ഉപയോഗിച്ച. അനനിയാസ് അത് കഴിഞ്ഞ ഉടനെ അനനിയാസ് പറഞ്ഞോ, ഞാൻ വലിയൊരു ശുശ്രൂഷകനായി, എൻ്റെ ഫ്ലക്സ് ഇവിടുന്ന് അങ്ങ് വെച്ചോ, ഇനി കൺവെൻഷനാണ്, ഈ ചെറിയ പരിപാടിയൊന്നും ഞാൻ നടക്കുന്നില്ല. പിന്നെ അനനിയാസിനെ എവിടെയും കണ്ടിട്ടില്ല. ഒറ്റ ഒരാളെ തലേ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ മാത്രമേ ആരും ഉപയോഗിച്ചിട്ടുള്ളൂ. അനനിയാസിനെ 1000 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കണ്ടിട്ടില്ല ദൈവം, ഒറ്റ ഒരുത്തിന് വേണ്ടി. നമ്മളാണെ അതിൻ്റെ പേര് വെച്ച് പിന്നെ കൺവെൻഷൻ ഏറ്റെടുക്കും. നമ്മളാണെ അതിൻ്റെ പേര് വെച്ച്, ഞാനാണ് ഇവിടെ മുഴുവൻ ഫ്ലക്സ് വെക്കും, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ചെതുമ്പൽ പോയതെന്നും പറഞ്ഞു. ചെതുമ്പൽ പോലെ എന്തോ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നിട്ട് പോലും പുള്ളിക്ക് തന്നെ എടുക്കാൻ പറ്റിയില്ലത്. ഇങ്ങനെ നമുക്കുണ്ട് കേട്ടോ. ഇതൊക്കെ നിസ്സാരമല്ല. നീ എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നത്? നീ തന്നെ അല്ല, ചിലപ്പം മറ്റൊരാളുടെ പ്രാർത്ഥന വരുമ്പോഴായിരിക്കും നിന്റെ ജീവിതത്തിൽ നിന്ന് ചിലതൊക്കെ മാറിപ്പോകുന്നത്. ആമേൻ. മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ ശുശ്രൂഷ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാനിതിനെ ഈ തിക്കും നിരക്കുന്ന തൊട്ട് ഇവരുടെ തലയെ കഴിച്ച് പ്രാർത്ഥിക്കുന്നത്, ആ 1 മിനിറ്റ് ചിലപ്പം ദൈവം കണ്ടതായിരിക്കും ആ വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഞാൻ ഒരു പ്രാവശ്യമേ, ഒരു അത്യാവശ്യമില്ല, എന്നാലും ഞാനിങ്ങനെ ചിന്തിച്ചു വേഗത്തിൽ ചെയ്ത് തീർക്കാം. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ 3:30 ആയപ്പോഴേ പ്രാർത്ഥനയൊക്കെ തീർത്തു. എനിക്കന്ന് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് മനസ്സിനൊരു പ്രയാസപ്പെടാൻ ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം പറഞ്ഞു, ഞാൻ അങ്ങനെ കാണുന്നില്ല, 10 പേരെ കണ്ടുള്ളതിൽ ഞാൻ ഇരുന്നേ കാണുള്ളൂ. ഇരുന്ന് കണ്ടാൽ ഒരു 5 മിനിറ്റ് പോകുമായിരിക്കും, പക്ഷെ ഒരാൾക്ക് ദൈവം ഇടപെടുന്ന എനിക്ക് കാണാൻ പറ്റും. ഓടിച്ചിട്ടിങ്ങനെ പെട്ടെന്ന് പോകുമ്പം സംഭവം എല്ലാവരും പ്രാർത്ഥിച്ചങ്ങ് പോയി. പക്ഷെ മനസ്സിലൊരു വിഷമമാണ്. അത്രയും പേരെ ദൈവം നിനക്ക് തന്നിട്ട് നീ അതിൽ ആത്മാർത്ഥത കാണിച്ചില്ല. അത്രയും പേരെ അവർ പല സ്ഥലത്തും വണ്ടിക്കൂലി മുടക്കി 1000 രൂപ മുടക്കി വണ്ടി ഓടിച്ച് ടാക്സി ഡ്രൈവറേയും കൂട്ടി ഇവിടെ വന്ന് അപ്പുറത്ത് റൂം എടുത്ത് ഇവിടെ വന്ന് താമസിച്ച ഡോമറ്ററിനും കിടന്ന് വന്നിച്ച് നീ 1 സെക്കൻഡ് ഓടിപ്പടച്ച് അതിന് പിടപ്പ് കാണിച്ചു, വെപ്രാളം കാണിച്ചു. അത് മനസ്സിൽ കിടന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ചെയ്യുവാണ് ഒറ്റ ഒരു ശുശ്രൂഷ ചെയ്തോളൂ, വൃത്തിയായിട്ട് ചെയ്യുക, വീട്ടിൽ പോവുക. ഒറ്റൊരു ഒരാളെ ഉള്ളൂ, വൃത്തിയായിട്ട് പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് തിരക്ക് മാറ്റി ഞാനിപ്പോൾ കസേരയിൽ ഇരുന്നാണ് കാണുന്നത്. കാലുവേദന ഉള്ളതുകൊണ്ടല്ല, അതെനിക്ക് മനസ്സിൽ തോന്നി, ഒരു വിഷമം തോന്നി മനസ്സിൽ. ഞാൻ 1-2 പേരോട് പറഞ്ഞു, ഒരു വിഷമം, അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു വിഷമം. ദൈവം എനിക്ക് തന്നവരായിരിക്കുന്നവരെല്ലാം ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ദൈവം എനിക്ക് തന്നവരാണ്. എനിക്ക് തന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും പേർക്ക് എവിടെയൊക്കെയോ എൻ്റെ പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് ദൈവം കണ്ടതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. എല്ലാവരോടും വന്നിട്ടില്ലല്ലോ, ഒത്തിരി വലിയ ജനക്കൂട്ടമൊന്നും ഇല്ലല്ലോ, കുറച്ച് പേരല്ലോ, കുറച്ച് പേര് മതി. അനനിയാസിനെ ദൈവം ഒറ്റ ഒരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ. അന്നേരം അവൻ്റെ കയ്യിൽ നിന്ന് അവൻ തിരുമിയിട്ടൊന്നുമല്ല, ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് താഴോട്ട് പോയി. അവൻ്റെ ജീവിതത്തിൽ അത്രയും നേരം അവിടുന്ന് മാറാതിരിപ്പുണ്ടായിരുന്നു ആ സാധനം. ചിലതൊക്കെ ചെറുതായിട്ട് നമുക്ക് തോന്നും, നിസ്സാരമാണ്, പക്ഷെ അത് മാറുന്നില്ലല്ലോ. തിരുമിയിട്ട് മാറുന്നില്ല, ചൊറിഞ്ഞിട്ട് മാറുന്നില്ല. ദൈവം 1 സെക്കൻഡ് ദൈവം നിയോഗിച്ച് ആ പ്രാർത്ഥന നിൽക്കുമ്പോൾ അത് മാറും. ഹല്ലേലൂയ. ഞാൻ 1-2 സാക്ഷ്യങ്ങൾ വേഗത്തിൽ വായിക്കുകയാണ്. എൻ്റെ പേര് മിനു മേരി, ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. ഞാനിവിടെ വന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിരുന്നു. എൻ്റെ തലയിൽ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു. ആ നാളുകളിലായിരുന്നു അതിൻ്റെ സർജറിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടന്നത്. അതിനുശേഷം റേഡിയേഷൻ വേണ്ടി വന്നു. കീമോതെറാപ്പി ടാബ്ലറ്റായി കഴിക്കുകയായിരുന്നു. നിയോഗം വെച്ച് ഞാനത് പ്രാർത്ഥിച്ചു, എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടി. പിന്നീട് ആ നിയോഗത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് പരിപൂർണമായൊരു സൗഖ്യമുണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് വലിയ അത്ഭുതത്തോടെ സംസാരിച്ചു. എൻ്റെ നിയോഗം സ്വീകരിച്ച് സാധിച്ചു തന്ന ദൈവത്തിന് 1000 നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പേര് ജോളി, ഞാൻ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരുന്നു. നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച ആളാണ് ഞാൻ.
എൻ്റെ ഭർത്താവ് ചാർലിക്ക് സെപ്റ്റംബർ മാസം 12 വായിലൊരു തടിപ്പ് കാണുകയും അത് ബയോപ്സിക്ക് അയക്കുകയും ചെയ്തു. റിസൾട്ടിൽ അത് ഒരു അപകട ലക്ഷണം അറിഞ്ഞു. സർജറി കുഴപ്പമില്ലാതെ നടന്നു. അതിനുശേഷം നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ആ ഒരു കാര്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് ഒത്തിരി പ്രതീക്ഷയോടെയാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയത്. ടെസ്റ്റ് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് ക്യാൻസറിൻ്റെതായ യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്ത ഒരു നിലയിലാണ് കാണാൻ ഇടയായത്. എൻ്റെ നിയോഗം സാധിച്ചതിന് യേശുവേ 1000 നന്ദി. ഹല്ലേലൂയ. എൻ്റെ പേര് എൽസി. ഞാൻ മാത്യു അച്ഛൻ്റെ ദൈവവചനം ഓൺലൈൻ വഴി എപ്പോഴും കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. എത്ര മനസ്സ് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലും അച്ഛൻ്റെ ആ വചനങ്ങൾ കേൾക്കുമ്പോൾ അതെനിക്ക് വേണ്ടിയാണ് എന്ന് തോന്നാറുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അച്ഛൻ നൽകുന്ന ആ വചനത്തിലൂടെ ഉണ്ടാകും. ഡിസംബർ 15-ാം തീയതി അച്ഛൻ്റെ ടോക്ക് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അച്ഛൻ IELTS എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മകളെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം തന്നെ എൻ്റെ മകൻ്റെ റിസൾട്ട് വന്നു. അവൻ ഉയർന്ന സ്കോറ് നൽകി ദൈവം ശക്തമായി അനുഗ്രഹിച്ചു. ആ സമയത്താണ് നിയോഗ പ്രാർത്ഥന ഒത്തിരി ആശ്വാസം നൽകുന്നതായി മാറിയത്. ന്യൂ ഇയറിൽ നിയോഗ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങുകയാണ്. ദൈവവചനം ഇത്രയ്ക്ക് നന്നായി അനുഗ്രഹമാകത്തക്ക വിധം പരിശുദ്ധാത്മാവ് വഴി ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിന് വലിയ വിടുതലിന് കാരണമായി. ഈ അനുഗ്രഹം ഞാൻ സാക്ഷ്യമായി അറിയിക്കുന്നു. 1000 നന്ദി ഞങ്ങൾ ദൈവത്തിന് അറിയിക്കുന്നു. എൻ്റെ നിയോഗം മനസ്സിൽ കണ്ട് ഇത് സാധിച്ചു കിട്ടുമെന്ന് വിശ്വസിച്ച് ഇന്നത്തെ വചനത്തോട് ചേർത്ത് വെച്ച് ഉറക്കിയെന്ന് പറഞ്ഞേ. വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗങ്ങൾക്കായി സകല വിശുദ്ധരുമേ മാധ്യസ്ഥമേ. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാമോ? വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗങ്ങൾക്കായി സകല വിശുദ്ധരുമേ മാധ്യസ്ഥമേകിടണേ. നമുക്ക് നിയോഗ പ്രാർത്ഥന കരങ്ങൾ ഉയർത്തി 11 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ചൊല്ലി പ്രാർത്ഥിച്ച് യേശുവേ എന്റെ നിയോഗങ്ങളെ ഇന്ന് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. 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 യേശുവേ എന്റെ നിയോഗങ്ങളെ ഇന്ന് സ്വീകരിച്ച് സാധിച്ചു തരണമേ. യേശുവേ എന്റെ നിയോഗങ്ങളെ ഇന്ന് സ്വീകരിച്ച് സാധിച്ചു തരണമേ. ആമേൻ. സ്വീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ആമേൻ.